ഒപ്പം തന്നെ ആഷിക്ക് ഈ അർഹതപ്പെട്ട സീറ്റ് നൽകിയില്ല എന്ന് മാത്രമല്ല, ഈ ആദ്യ 5 റാങ്കുകളിൽ ഉൾപ്പെട്ട ഇവരെ സൗകര്യങ്ങൾ കുറഞ്ഞ ഒരു സ്കൂളിലേക്ക് മാറ്റുകയൊക്കെ ചെയ്ത ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഏതെങ്കിലും തരത്തിൽ നിയമപരമായി മുന്നോട്ട് നീങ്ങാൻ ഈ രക്ഷിതാക്കളോ കുട്ടികളോ ശ്രമിക്കുന്നുണ്ടോ? അത്തരത്തിലുള്ള നീക്കം അവരുടെ ഭാഗത്തു നിന്നുണ്ടോ? തീർച്ചയായും അത്തരത്തിലുള്ള നീക്കങ്ങൾ ആലോചിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ അവകാശം നിഷേധിക്കപ്പെട്ട അവകാശം തിരിച്ചെടുക്കുക എന്ന രീതിയിലാണ് ഇവർ ഇടപെടുന്നത്. ഇതിൽ ഏറ്റവും വൈരുദ്ധ്യമാർന്ന കാര്യം, ഈ കുട്ടികൾക്ക് അവകാശം നിഷേധിച്ചു, ഈ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിഷേധിച്ചു എന്ന് തിരിച്ചറിഞ്ഞത് ഈ സംസ്ഥാനത്തിന്റെ SC വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്ന ഡയറക്ടറാണെന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു അവഗണന, ഇത്തരം കൃത്രിമം കാണിച്ച് കുട്ടികളെ പുറത്താക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വകുപ്പിന് കീഴിലെ മറ്റ് സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ നൽകാൻ ഈ വകുപ്പ് ഡയറക്ടർ ഉത്തരവിട്ടു എന്നുള്ളതാണ്. അന്ന് ഇറക്കി, കഴിഞ്ഞ ദിവസം മറ്റ് സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ നൽകിക്കൊണ്ട് ഇറക്കിയ ഉത്തരവ് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും, കുട്ടികൾക്ക് വെള്ളായണിയിൽ തന്നെ അഡ്മിഷൻ നേടാനുള്ള എല്ലാ യോഗ്യതകളും ഉണ്ടെന്ന് ആ ഉത്തരവിൽ പറയുന്നുണ്ട്. അത് നിലനിൽക്കെയാണ് മറ്റിടങ്ങളിലേക്ക് അഡ്മിഷൻ നൽകുന്നത്. അപ്പോൾ ഇവിടെ അഡ്മിഷൻ നേടാനുള്ള യോഗ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ഡയറക്ടർ തന്നെ മറ്റിടങ്ങളിലേക്ക് അഡ്മിഷന് നിർദ്ദേശം നൽകുന്നു. അതിനുവേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാമെന്ന് വിശദമായ ഉത്തരവ് ഇറക്കുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ സ്കൂളിലെ വെള്ളായണിയിലെ സ്കൂളിൽ നിന്ന് കുട്ടികളെ മാറ്റി നിർത്തിയത് എന്ന് ചോദ്യം ചെയ്യാനോ അതിന് കാരണങ്ങൾ തിരക്കാനോ അതിന് പിന്നിൽ ഉത്തരവാദികളായവരെക്കെതിരെ നടപടിയെടുക്കാനോ നമ്മുടെ പട്ടികജാതി വകുപ്പിന്റെ തലവൻ ചുമതലപ്പെട്ടവർ തയ്യാറായിട്ടില്ല എന്നുള്ളത് അതിൽ ഏറ്റവും വലിയ പ്രശ്നമായി ഉയർത്തിക്കാട്ടുന്നത്. കുട്ടികൾ നിരന്തരം ഈ കാര്യം പറയുന്നുണ്ട്. ഈ സ്ഥാപനത്തിനുള്ളിൽ നടക്കുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിലാണ് തങ്ങൾക്കെതിരെ നടപടിയെടുത്തത് എന്നുള്ളതാണ് കുട്ടികൾ തന്നെയും പറയുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് മന്ത്രിയുടെയൊക്കെ പരിഗണനയിൽ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു അനുകൂല നിലപാടുണ്ടാകും എന്ന പ്രതീക്ഷയാണ് കുട്ടികൾക്കുള്ളത്. ഇനി മറ്റ് നിയമ നടപടികളടക്കം ഇതിനുശേഷം ഉണ്ടാകും എന്ന രീതിയിലാണ് കുട്ടികളുടെ ഭാഗത്തുനിന്നാകുന്ന പ്രതികരണം. ശരി, ആഷിക്കാണ് വിവരങ്ങൾ സമഗ്രമായി നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും.